ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇളയ ദളപതി വിജയുടെ ടി.വി.കെ പാർട്ടിയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ സമ്മേളനമാണ്. ജനക്കടലാണ്, ജനക്കടൽ. ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധകാല അടിസ്ഥാനത്തിലാണ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള രാഷ്ട്രീയ പ്രഭാഷണങ്ങളൊക്കെ വളരെ മയപ്പെടുത്തിയിട്ടുള്ളതായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രഭാഷണങ്ങളൊക്കെ മുറിക്കുന്ന പ്രഭാഷണങ്ങളാണ്. നരേന്ദ്രമോദിജിയും സ്റ്റാലിനെയും ഒക്കെ മുറിക്കുന്ന പ്രഭാഷണങ്ങളാണ് വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇലക്ഷന് എങ്ങനെയെങ്കിലും തമിഴ്നാട് വെട്ടിപ്പിടിച്ചെടുക്കണമെന്നാണ് ടി.വി.കെ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അത്രയും ലക്ഷം അംഗങ്ങൾ അതിലുണ്ട്. വിജയുടെ ആരാധകരാണ് അധികം അതിന് അംഗങ്ങളായിട്ടിരിക്കുന്നത്. പറ്റിയ തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ അടിച്ചു മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഒരുക്കമാണ് ടി.വി.കെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാത്രമേ അധികാരം പിടിച്ചെടുക്കാനായിട്ട് അവർക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് അധികാരം പിടിച്ചെടുത്തിട്ട് ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള കാര്യങ്ങൾ തമിഴ്നാട് ചെയ്യണമെന്നാണ് ടി.വി.കെ പാർട്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ആഗ്രഹം പ്രവർത്തിപ്പത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. ഇപ്പോൾ തന്നെ വിജയ്ക്കെതിരെ കേസൊക്കെ വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഒരു സന്തോഷ വാർത്ത ഉണ്ട്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്, ലക്ഷക്കണക്കിന് അനുയായികളുണ്ട്. ഒന്നും രണ്ടും ആളുകളല്ല. അവരെന്തിനും ഏതിനും തയ്യാറായി നിൽക്കുകയാണ്. വിജയ്ക്ക് വോട്ട് ബാങ്കിൽ വോട്ട് കിട്ടുന്ന കാര്യം തർക്കമില്ലാത്ത വിഷയമാണ്. ലക്ഷക്കണക്കിന് വോട്ടുകൾ കിട്ടും. ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമായിരിക്കും. DMK ADMKയും BJPനെ ഒന്നും തോൽപ്പിച്ച് അത്ര എളുപ്പത്തിൽ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കയറി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് തമിഴ്നാട് മാത്രമല്ല, ഇന്ത്യയുടെ എവിടെയും. പക്ഷേ ഇത്രയും ലക്ഷം ആരാധകരുണ്ടല്ലോ, ഒരു 20 ലക്ഷം പേര് ആരാധകരുണ്ടെങ്കിൽ അവരെല്ലാം പുള്ളിക്കാന് വേണ്ടി വോട്ട് ചെയ്യുമല്ലോ. അതാണ് ടി.വി.കെ പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം. ഇപ്പോൾ വരുന്ന ഇലക്ഷനെ കണ്ടറിയാം തമിഴ്നാടിൻ്റെ ഗതി തിരിച്ചുവിടുന്ന രീതിയിലുള്ള ഒരു ഇലക്ഷനാണ് ഇപ്രാവശ്യം വരാൻ പോകുന്നത്. ടി.വി.കെ പാർട്ടി അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും സജ്ജമാണ്. അതാണ് തമിഴ്നാട് നടക്കാൻ പോകുന്നത്.